നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇന്ന് ഞാൻ വന്നത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കുകയെന്ന് വെച്ചാൽ കുട്ടികൾ എന്തായാലും ചോദിച്ച് വാങ്ങി കഴിക്കും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ മധുരമൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് നോക്ക്. പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകരുതേ. ഞാനൊരു പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 ടീസ്പൂണ് നെയ്യാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ നെയ്യൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് കിസ്മിസ് ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും ഒന്ന് മൂത്ത് വന്നോട്ടെ, അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ ആയി കിട്ടും കേട്ടോ. എന്നിട്ട് ഇത് നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ബാക്കി വന്ന ആ ഒരു നെയ്യില്ലേ, ആ നെയ്യിലേക്ക് നമുക്ക് റവ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് റവയാണ് എടുത്തത്. എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഒരു നെയ്യിൻ്റെ അകത്ത് നല്ലോണം ഒന്ന് മൂത്ത് വന്നോട്ടെ, അതുവരെ ഇതേപോലെ ഒന്ന് വറുത്ത് കൊടുക്കുക. റവ ഒന്ന് നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. അധികം കളറ് മാറേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നാലും ഒരു വെന്ത പോലെ ഉണ്ടാവും. കണ്ടില്ലേ? ഇനിയിപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മതിയാവും. എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഒന്ന് ഏകദേശം ഒരു ഇതൊന്ന് കുതിർന്ന് വരണം കേട്ടോ. അതുവരെ ഒന്ന് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുത്തിട്ടുണ്ട്. നല്ല നെയ്യ് കേട്ടോ. അതും കൂടി ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. കുറച്ച് നേരം മതിയാവും. ഇത് പെട്ടെന്ന് തന്നെ കുതിർന്ന് കിട്ടും കേട്ടോ. ഇതേപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഞാനൊരു പഴം എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഞാൻ ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ നല്ല കറുത്ത പഴം ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത് കേട്ടോ. ഇതിപ്പോൾ കുറച്ചൊരു പഴത്തിന് പഴുപ്പ് കുറവാണ്. ഇനി നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അടിഞ്ഞ് കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2-3 കായ് ഏലക്ക ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ പൊടിയുണ്ടെ അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാനിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തത്. അപ്പോൾ അത് ഒന്ന് ഉരുകിയിട്ട് ഒന്ന് കളറ് മാറി വരണം കേട്ടോ. അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഉരുക്കിയെടുക്കുന്ന സമയത്ത് കൈവെക്കാണ്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലാണ്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതേപോലെ ഉരുക്കിയെടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് തയ്യാറായി കിട്ടും കേട്ടോ. അപ്പോൾ പഞ്ചസാര ഏകദേശം ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ കളറൊന്ന് മാറിയിട്ട് വന്നാൽ മതി. കളർ മാറുന്ന സമയത്ത് നല്ലോണം കളർ മാറിപ്പോവേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ കയ്പ്പ് രസം അടിക്കും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നല്ലോണം കളർ മാറണ്ട. പഞ്ചസാര ഉരുകി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഴം ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ടും പഴം ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഴം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ആ ഒരു പഞ്ചസാരയും പഴവും എല്ലാം കൂടി ഒന്ന് നല്ലോണം ഒന്ന് മിക്സായി വന്നോട്ടെ. കുറച്ച് നേരം നമ്മൾ ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം
നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഈ ഒരു റവൻ്റെ കൂട്ടിലെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും കൂടി മിക്സ് ആക്കി കൊടുക്കുക. നമ്മൾ ഇതിലേക്ക് വേറെ വെള്ളവും കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തന്നെ ഈ ഒരു പഴത്തിൻ്റെ കൂട്ടും ഉണ്ടല്ലോ, അപ്പോൾ അതിൽ കിടന്ന് നല്ലോണം വെന്തോളൂ. എന്നിട്ട് നല്ലോണം ഒന്ന് ഇതേപോലെ ഒന്ന് വരട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ ഈസിയാണ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് നല്ലോണം ആ ഒരു പഞ്ചസാരൻ്റെ മിക്സ് എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഇതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. അപ്പോൾ ഇത് പഞ്ചസാരൻ്റെ മധുരം പോരെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര മുകളിലായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നാലും ടേസ്റ്റ് തന്നെ. അപ്പോൾ ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഏകദേശം അതിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവാകുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. കുറേ നേരം ഇങ്ങനെ ഇളക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് നേരം ഇളക്കുമ്പോഴത്തേക്ക് തന്നെ അത് അതിൽ നിന്ന് വിട്ട് വരും കേട്ടോ. കറക്റ്റ് വേവുമായിരിക്കും. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു പാത്രം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസും ഇല്ലേ വറുത്ത് വെച്ച അത് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പാത്രത്തിൻ്റെ അടിയിലേക്ക് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം അമർത്തി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത് തണിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ അകത്തുനിന്ന് ഇളക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്കാവുന്നത് പോലെ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മുട്ടി കൊടുക്കട്ടെ. നല്ലോണം തണുത്തതിന് ശേഷം മാത്രമാണ് മുട്ടി കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നെയ്യ് തേച്ച് കൊടുക്കാം. ഞാനിപ്പം തേച്ച് കൊടുത്തില്ല. അപ്പോൾ അതാ നമ്മളെ നല്ല അടിപൊളി പലഹാരം ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പഴമൊക്കെ വെച്ചിട്ട് ചെയ്തതാണ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറന്നു പോകാം. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു അണ്ടിപ്പരിപ്പും കിസ്മിസിൻ്റെ അപ്പുറം കുറച്ച് പഴം വേണമെങ്കിൽ വാട്ടിയിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് എന്തായെങ്കിലും ഒരു കമൻറ്റ് എന്തായാലും ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറന്നു അല്ലേ മക്കളെ. അപ്പോൾ അതാ അടിപൊളിയാണ് കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണേ. അപ്പോൾ അടുത്ത ഇതേപോലത്തെ വെറൈറ്റി വീഡിയോയുമായി കാണാം. അസ്സലാമു അലൈക്കും.